നമസ്കാരം. രാജ്യതലസ്ഥാനത്ത് പോരാട്ടം കടുത്തിരിക്കുകയാണ്. ബി.ജെ.പിക്ക് മുന്നിൽ ആം ആദ്മി തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും മോദിക്ക് എവിടെയാണ് അടിപറ്റിയതെന്ന് ചോദിക്കുന്നു. മോദി എങ്ങനെയാണ് ജയിച്ചത്? ഇപ്പോൾ ഡൽഹിയിലുള്ള വനവാസത്തിന് ശേഷം ബി.ജെ.പി ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇങ്ങനെ കുറച്ചുപേർ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നതെന്നുള്ള ട്രോളുകൾക്ക് അടക്കം തന്നെ ഇപ്പോൾ ബി.ജെ.പിയിൽ നിറയുന്നുണ്ട്. ഡൽഹിയിൽ പക്ഷേ സംഭവിച്ചത് അതല്ല എന്ന് പറഞ്ഞേ മതിയാകൂ. ആം ആദ്മി വീറോടെ തന്നെയാണ് പോരടിച്ചത്. ലോക്സഭയിൽ തന്നെ വോട്ട് ബി.ജെ.പി നിലനിർത്തിയില്ലെന്നും ശ്രദ്ധേയമാണ്. പക്ഷേ ഭരണത്തിന് വേണ്ടത് അവർ നേടിയെടുത്തു എന്ന് പറയണം. നല്ലത് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ മോശമുള്ള കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അതിന് കാരണം മധ്യവർഗത്തിന്റെ പിന്തുണ തന്നെയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലുണ്ടായ വൻ ചോർച്ചയാണ് ബി.ജെ.പിയുടെ മുന്നേറ്റമായത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് ബി.ജെ.പിയിലേക്ക് എത്തിയത്. ഇതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനവും. ഫെബ്രുവരി 1-നായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ്. അതിൽ ആദായ നികുതി പരിധി 12 ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തിയിരുന്നു. അങ്ങനെ ലക്ഷ്മി കടാക്ഷം മോദി രാജ്യത്തിനാകെ നൽകി. ഈ ലക്ഷ്മി കടാക്ഷം തന്നെ കിട്ടിയ ഡൽഹിയിലേക്ക് മധ്യവർഗ ബി.ജെ.പി അനുകൂലമായി. ഇതോടെ അവർ ഡൽഹിയിൽ അധികാരവും പിടിച്ചു. കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ 13.7 ലക്ഷം രൂപ വരെ നികുതി ഈടാക്കേണ്ടതാണെന്ന് വസ്തുതയിൽ പറയുന്നു. 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അതുപോലെ തന്നെ NPS നിക്ഷേപവും വഴി ഈ ഇളവ് നേടാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ, അതായത് 2025-26 വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കപ്പെട്ട നികുതിദായകർക്ക് തന്നെ ഇനി പറയുന്ന മെച്ചപ്പെടുത്തി ആനുകൂല്യങ്ങൾ ലഭിക്കും. ശമ്പള വരുമാനത്തിനുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തി. കുടുംബ പെൻഷനും കീഴിലുള്ള പരമാവധി കിഴിവ് 15,000 രൂപയിൽ നിന്ന് 20,000 രൂപയായി ഉയർത്തി. സെഷൻ 80 CCD2 പ്രകാരം പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമകളുടെ സംഭാവനകളുടെ കിഴിവ് ശമ്പളത്തിന്റെ 10% നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ 14% ഉയർത്തി. ഇതെല്ലാം മധ്യവർഗത്തിന്റെ ആഹ്ലാദകരമായി മാറി. ഒരു ഡൽഹി തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ നടക്കുന്നത് പ്രതിഫലിച്ചിട്ടുണ്ട്. കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം പോരടിച്ചതും ബി.ജെ.പിക്ക് തുണയായി മാറി. ഇതോടെ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ രണ്ടു പക്ഷത്തേക്ക് ചിന്നിച്ചിതറി. ഡൽഹിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇത്തവണ ബി.ജെ.പിക്ക് അനുകൂലമായി വിധിയെഴുതിയത് വ്യക്തമാണ്. 2015-ലും 2020-ലും ആം ആദ്മി പാർട്ടിയുടെ തകർപ്പൻ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരുമാണെന്ന് പറയാം. ഈ വോട്ടർമാർ എതിരായതോടെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റിയിരുന്നു. 27 വർഷത്തിന് ശേഷം രാജ്യതലസ്ഥാനത്ത് ബി.ജെ.പി അധികാരം പിടിച്ചു. മധ്യവർഗത്തിന് പൂർവാഞ്ചൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള 25 സീറ്റുകളിൽ ബി.ജെ.പിക്കാണ് മുൻതൂക്കം. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് AAP അധികാരത്തിലെത്തിയത്. എന്നാൽ ഇക്കുറി പുറത്തുവന്ന ഭൂരിപക്ഷ എക്സിറ്റ് പോളുകളും ബി.ജെ.പിയുടെ വിജയം പ്രവചിച്ചിരുന്നു. 60.54% പോളിംഗ് ആണ് ഇക്കുറി ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. 62.59 പോളിംഗ് നടന്ന 2020-ൽ 70-ൽ 62 സീറ്റ് നേടിയാണ് AAP അധികാരത്തിലെത്തിയത്. അതുപോലെ തന്നെ ഇവിടെ നിന്നും തന്നെ എന്നാണ് അധികാരം നഷ്ടമാവുന്നത്. ഒറ്റഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 1.56 കോടി വോട്ടർമാർക്ക് 13,766 പോളിംഗ് സ്റ്റേഷനുകളിലായി 699 സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ടർമാരിൽ തന്നെ 83.76 ലക്ഷം പുരുഷന്മാരും 72.36 ലക്ഷം സ്ത്രീകളും 1,267 ട്രാൻസ്ജെൻഡറുകളുമായിരുന്നു.